ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇനി ഇതെന്താണെന്ന് അറിയാവോ? ഒരു സ്പെഷ്യൽ ഹെൽത്തി ദോശയാണ് കേട്ടോ. മുട്ടക്കടല ദോശയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്, സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശയാണ്. ഇത് തിന്നാനും നല്ല രുചികരമാണ്. വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം ഞാനിത് എടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു കപ്പ് കുതിർത്ത കടല എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കടല ദോശയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം കടലയൊന്ന് മിക്സിക്കകത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ കടല എടുത്തിട്ടുണ്ട്, അതിനകത്ത് അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത്, ഞാൻ മുട്ട 2 അതിനകത്ത് പൊട്ടിച്ചൊഴിച്ചു. മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലെന്ന്. അപ്പോൾ 2 മുട്ട ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊരു 3 സ്പൂൺ അരിപ്പൊടി ഉണ്ട് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. വെള്ളം കുറവായാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ മതി. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഞാനിത് നിറത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കാണ്. നമ്മുടെ ദോശമാവിൻ്റെ പരുവല്ലേ, അതേ രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി. അപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മല്ലിയിലൊക്കെ ഉപയോഗിക്കാം. മല്ലിയില, കറിവേപ്പിലയൊക്കെ ഇടാൻ ഞാൻ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നൈസായിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കടല നല്ലതുപോലെ അങ്ങ് അരയണം കേട്ടോ. ഒരു വശം വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു വശം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മണം ഉണ്ട് കേട്ടോ കടലയുടെയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ദോശയാണ് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒരു വെറൈറ്റി ദോശയാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തിരിച്ചിട്ട ശേഷം കുറച്ച് നെയ്യിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെയ്യ് തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ വേണമെങ്കിൽ തേക്കാവുന്നതാണ്. മുട്ടക്കടല ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിക്കേ, ഞാനിതൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മുട്ടക്കടല ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ദോശയാണ്. ഇത് നല്ല ഹെൽത്തിയുമാണ്. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകല്ലേ. അപ്പം വീണ്ടും ഒരു വ്യത്യസ്ത റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.